ഇറാനിലെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇസ്ഫഹാനാണ്. ഫോർദോ ആയിരുന്നാലും മറ്റ് പല കേന്ദ്രങ്ങളിലും സമ്പുഷ്ടീകരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നാളുകളേറെ എടുക്കുമെങ്കിലും ഏറ്റവും പെട്ടെന്ന് യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇസ്ഫഹാനിൽ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോഴിതാ റഷ്യയുടെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാനമായ S-400 S-400 സിസ്റ്റം ഇവിടെ, അതായത് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഇറാന് പരിപൂർണമായ ഒരു സുരക്ഷാ വലയം ഒരുക്കുകയാണ്. ഒരു കാരണവശാൽ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയാത്ത രീതിയിൽ, അമേരിക്കയ്ക്കെന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഒരു രീതിയിലുള്ള ഡ്രോണുകൾക്കും അതല്ലെങ്കിൽ ബോംബറുകൾക്കോ ജെറ്റ് വിമാനങ്ങൾക്കോ ആക്രമിക്കാനോ കടന്നു കയറാനോ കഴിയാത്ത രീതിയിൽ ഇസ്രായേൽ നടത്തുന്ന ഏത് രീതിയിലുള്ള ആക്രമണത്തെയും പ്രതിരോധിച്ച് കീഴ്പ്പെടുത്താൻ കെൽപ്പുള്ള സംവിധാനമാണ് S-400. അതാണിപ്പോൾ ഇറാനിൽ ഈ പറയുന്ന സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ കൃത്യമായി റഷ്യൻ സഹായത്തോടെ വിന്യസിക്കുന്നത്. ഇത് ഒരു ബാരിയറായി, ഇത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായി, സുരക്ഷാ കവചമായി ഈ ആണവ നിലയങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഇനി കടന്നാക്രമണം സാധ്യമാകില്ല. കാരണം അത്രയേറെ സാധ്യതകൾ ഉള്ളതാണ്. 48N6E3യും 40N6 തുടങ്ങിയ ഡെഡ്ലി മിസൈലുകൾ ഇത് വഹിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഉൾപ്പെടെ, റഡാർ ഉൾപ്പെടെ, ഇതിനകത്ത് കമാൻഡ് സെൻറ്ററുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ മിസൈൽ ലോഞ്ചേഴ്സുകൾ ഉണ്ട്. അതായത് റഡാർ സംവിധാനങ്ങൾ എല്ലാം തന്നെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്ഫഹാനിലും ഫോർദോയിലുമെല്ലാം സംവിധാനങ്ങൾ കടുപ്പിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറാൻ നീങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെ ഇറാൻ റഷ്യയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് സീബഡ് പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ പരിപൂർണമായി വാതായനങ്ങൾ തുറന്നു കൊടുത്തു. അങ്ങനെ വരുമ്പോൾ റഷ്യൻ ഗ്യാസ് നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തിക്കാം. അമേരിക്കൻ ഉപരോധമോ മറ്റൊരു രാജ്യത്തിൻ്റെ വെല്ലുവിളിയോ റഷ്യയ്ക്ക് ഒരു പ്രശ്നമേ ആകുന്നില്ല. അതുപോലെ തന്നെയാണ് എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇറാൻ ശക്തമായ നടപടികൾ റഷ്യയുമായി കോർത്തിണക്കിക്കൊണ്ട്, കൈകോർത്തുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഇതാണ് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച നീക്കങ്ങളിൽ ഒന്ന്. ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ എത്രത്തോളം സാഹചര്യങ്ങൾ കൊണ്ട് ശക്തമാകുന്നു. റഷ്യയും ഇറാനും തമ്മിൽ അത്ര വലിയ സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങൾ കൃത്യമായി ഇറാൻ മനസ്സിലാക്കിക്കൊണ്ട് റഷ്യയുമായി ചെയ്ത സഹകരണം അത് ഏറ്റവും മികച്ച സഹകരണങ്ങളിൽ ഒന്നായി മാറുന്നു. ഉഭയകക്ഷി ബന്ധം ഏറ്റവും ദൃഢമായി മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു.